കൊച്ചിയിൽ നിന്ന് ജമാൽ ചേരുന്നു നമുക്കൊപ്പം ചോദ്യവുമായി. കാണാം. അരുൺകുമാർ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ താങ്കളുടെ വാക്കുകൾ മിക്കവാറുമൊക്കെ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് വരാറുണ്ട്. അത് നമ്മളൊക്കെ അത് കാരണം അത് താങ്കളോട് കുറച്ച് ബഹുമാനവും സ്നേഹമൊക്കെ നമുക്കുള്ളതാണ്. പക്ഷേ നമ്മളുടെ തൃശ്ശൂർ പ്രവചനം വളരെ പാളിപ്പോയി. അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ കൊള്ളാൻ താല്പര്യമുണ്ട്. എൻ്റെ പേര് ജമാൽ എന്നാണ്, ഞാൻ പനങ്ങാടാണ്, ഞാനൊരു ബിൽഡറാണ്. ഓക്കെ, താങ്ക് യു ശ്രീ പ്രിയപ്പെട്ട ജമാൽ ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. ജമാൽ പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ പ്രവചനം പാളിപ്പോയി. അത് തെറ്റുപറ്റാം പ്രവചനങ്ങളിൽ, പക്ഷേ അത്തരം പ്രവചനങ്ങളൊന്നും നമ്മൾ ആ രീതിയിൽ നടത്താറില്ല. പക്ഷേ നമ്മളുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അങ്ങനെ പ്രവചനം നടത്തേണ്ടി വന്ന ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഉണ്ടായത്. പലപ്പോഴും പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ കേരളത്തിൽ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ പല ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടുമ്പോൾ ആ പബ്ലിക് പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് കൃത്യമായിട്ട് തിരുവനന്തപുരവും ഒപ്പം ആലത്തൂരും വടകരയും രണ്ടാം ഘട്ടമൊക്കെ പോകുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ അനുകൂലമായിട്ട് ട്രെൻഡ് ഉണ്ടാവുന്നത് നമ്മുടെ കൺമുന്നിലുണ്ട്. പക്ഷേ തൃശ്ശൂരേക്ക് വരുമ്പോൾ ഒരു BJPയിലെ ഒരു പ്രവർത്തകൻ എന്നോട് വന്ന് പറഞ്ഞത്, സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പക്ഷേ സുനിലേട്ടൻ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കുന്നതിൽ ഒരു മാനസിക വിഷമമുണ്ട്. കാരണം പ്രളയ സമയത്ത് ഈ സുനിൽ കുമാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, ഈ കോവിഡിൻ്റെ സമയത്തും. അപ്പോൾ അതൊരു റോങ് ലീഡായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നോക്കിയപ്പോൾ ധാരാളം ആളുകൾ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കൊണ്ട് സുനിൽകുമാറിന് അവിടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. തീർച്ചയായിട്ടും സുനിൽകുമാറിന് അങ്ങനെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പിന്തുണയുണ്ട് തൃശ്ശൂരിൽ. പക്ഷേ അതിനെയും മറികടക്കുന്നതാണ് സുരേഷ് ഗോപിക്കൊപ്പം നിന്ന ആളുകൾ. രാഷ്ട്രീയാതീതമായിട്ട് സുരേഷ് ഗോപിക്ക് അവസാന നിമിഷം പൂരമടക്കമുള്ള വിഷയങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാവാം. സുരേഷ് ഗോപി നേടിയിരിക്കുന്ന വിജയം അത് തികച്ചും രാഷ്ട്രീയമായൊരു വിജയം മാത്രമല്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. സുരേഷ് ഗോപി തന്നെ പറയുന്നത് പോലെ സുരേഷ് ഗോപി കോഫി ക്ലബ്ബ് പോലെയുള്ള ചില പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് പേർ രാഷ്ട്രീയാതീതമായി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും മോദി വേവും ഒപ്പം തൃശ്ശൂരിലെ സുരേഷ് ഗോപി തരംഗവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീർന്നു. അത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. ജമാൽ പറഞ്ഞത് വളരെ കൃത്യമാണ്. ജമാൽ, ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാണ്, നമുക്ക് ആ പെർസെപ്ഷൻ മനസ്സിലാവില്ല. എന്നാൽ ബാക്കി നമുക്ക് ജനങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് നമുക്ക് മറ്റു മണ്ഡലങ്ങളിൽ പലതും കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിച്ചത്. പക്ഷേ പരാജയപ്പെട്ട മറ്റൊരു മണ്ഡലം കൂടിയുണ്ട്, അത് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായ ആൻറ്റി ഇൻകുംബൻസി ആയിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ നേരി ലീഡ് കൊടുക്കുന്നു, സുരേഷ് എടുക്കുന്നത് കൊണ്ട്. പക്ഷേ അപ്പോഴും അരുൺകുമാറിന് വിജയസാധ്യത ഉണ്ടെന്നാണ് നമ്മൾ കരുതിയത്. അവസാന നിമിഷം സംസാരിക്കുന്ന വോട്ടർമാർ പോലും അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടു. ആദ്യം കൊടിക്കുന്നിനെതിരായിരുന്നെങ്കിലും കൊടിക്കുന്നിൽ നിന്ന് മാനേജ് ചെയ്യാൻ സാധിച്ചു രണ്ടാം ഘട്ടത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ജമാൽ പറഞ്ഞത് ശരിയുമാണ്. താങ്ക് യു ശ്രീ ജമാൽ.